ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദ് വൈറ്റ് കോളർ ഭീകരപ്രവർത്തനത്തിന്റെ നേതാവെന്ന് അന്വേഷണ ഏജൻസികൾ. ഡോക്ടർ മുസമ്മിൽ അറസ്റ്റിൽ ആയതിനു പിന്നാലെ ഉമർ മുങ്ങിയതായും പോലീസ് പറയുന്നു. സ്ഫോടനം നടത്തിയ കാറിൽ ഉണ്ടായിരുന്നത് 70 കിലോയോളം അമോണിയം നൈട്രേറ്റ് എന്ന നിഗമനം. ഡോക്ടർ ഉമർ മുഹമ്മദ് ജോലി ചെയ്തിരുന്ന അൽഫല സർവകലാശാല കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നു. കേന്ദ്ര മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗം ഇന്ന് വൈകുന്നേരം ചേരും. ബൽറാം നെടുങ്ങാടി ഡൽഹി ചെങ്കോട്ടയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഇപ്പോൾ ചെങ്കോട്ട ഏതാണ്ട് ശാന്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് SKN. ചെങ്കോട്ട ഏതാണ്ട് ശാന്തമാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ സ്ഫോടനം നടന്ന പ്രദേശത്തു നിന്നുള്ള പ്രധാന സാമ്പിളുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അവ പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. 40ഓളം എക്സിബിറ്റുകൾ, അത് ഈ കാറിൻ്റെ ലോഹകഷ്ണങ്ങൾ അടക്കമുള്ള 40ഓളം എക്സിബിറ്റുകൾ ഇതിനകം തന്നെ പരിശോധനയ്ക്കായി അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ എന്നാൽ ഇവിടെ നിന്നും ഇനിയും ശേഖരിക്കും. 2 ഘട്ടമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്നാണ് ഏജൻസികൾ അറിയിക്കുന്നത്. അന്വേഷണം ഇപ്പോഴും അതിതീവ്രമായി തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ പ്രധാനമായും നടത്തിയ പരിശോധനയിൽ അമോണിയം നൈട്രേറ്റ് ആണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അത് വലിയ അളവിൽ തന്നെ അമോണിയം നൈട്രേറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 60 കിലോയ്ക്കും 70 കിലോയ്ക്കും ഇടയിൽ അമോണിയം നൈട്രേറ്റ് ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ധനവും ഡിറ്റനേറ്ററും ഉപയോഗിച്ചതായാണ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ പ്രാഥമിക പരിശോധനയിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. അതേസമയം ഈ സ്ഫോടനം നടത്താൻ ഇടയാക്കിയത് ഒരു ആസൂത്രിതമായ ചാവേർ ആക്രമണം അല്ല, അല്ലെങ്കിൽ ആ ശൈലിയിലുള്ള ആക്രമണമല്ല എന്നും, മറിച്ച് മറ്റ് ഭീകരരെ പിടിയിലായ പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും തന്നെ തേടി ഏജൻസികൾ എത്തും എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഈ അൽഫല സർവകലാശാലയിൽ നിന്നും ഡോക്ടർ ഉമർ മുഹമ്മദ് മുങ്ങുകയായിരുന്നു എന്നും, കഴിഞ്ഞ 3 ദിവസമായി ഇയാൾ ഫോൺ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു, ആരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഈ സ്ഫോടനമുണ്ടായ തിങ്കളാഴ്ച രാവിലെ ഈ ഫരീദാബാദിൽ നിന്നും ഇയാൾ ഡൽഹിയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നും ഏജൻസികൾ നടത്തിയ വിവിധ തരത്തിലുള്ള പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ അത് കൃത്യമായി തന്നെ സാധൂകരിക്കുന്നുണ്ട്. പുലർച്ചെ 2 മണിയോടെ അൽഫല സർവകലാശാലയ്ക്ക് സമീപം ഇയാളുടെ കാർ ഉണ്ടായിരുന്നു. തുടർന്ന് രാവിലെ ഡൽഹിയിലേക്ക് നീങ്ങി. ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ, ജനത്തിരക്കേറിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇയാൾ പലതവണ കറങ്ങി നടന്നിരുന്നു ഈ സ്ഫോടനത്തിന് തൊട്ട് മുമ്പായി എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ഏജൻസികൾക്ക്. പ്രധാനമായും ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തെ നയിച്ചിരുന്നത് ഇയാൾ തന്നെയായിരുന്നു എന്നാണ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഇയാൾ പ്രവർത്തിച്ചിരുന്ന ഇടങ്ങൾ, അത് ശ്രീനഗർ മെഡിക്കൽ കോളേജ്, അനന്ത്നാഗ് മെഡിക്കൽ കോളേജ്, കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റെയ്ഡ് ഉൾപ്പെടെ നടന്ന അൽഫല സർവകലാശാല എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇയാളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളുകൾ, സഹപാഠികൾ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ഈ സംഘത്തിലേക്ക് ചേർത്തിരുന്നത് എന്നും, സംഘത്തിൻ്റെ രീതി, പ്രവർത്തന ശൈലി ഉൾപ്പെടെ തയ്യാറാക്കിയത് ഇയാളാണ് എന്നുമുള്ള തെളിവുകളാണ് കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലുകളിൽ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തു അത് പ്രാദേശികമായി തന്നെ സ്വരൂപിച്ചതാണ് എന്നും ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പല മൈനുകളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ അളവിൽ ശേഖരിച്ച് ഇരിക്കുകയായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ എന്നാണ് കണ്ടെത്തിയിരിക്കുന്ന ഏജൻസികൾ. എന്തായാലും ഇന്ന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്. തുടർ നീക്കം എന്ത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഇന്ന് വൈകിട്ട് 5:30 ചേരുന്ന ആ യോഗത്തിലുണ്ടാകും. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും ഡോക്ടർ ഉമർ ഈ ഗൂഢാലോചനയുടെ നേതാവാണ് എന്ന രീതിയിൽ വിവരം വരുന്നു. മാത്രമല്ല 11 മണിക്കൂറോളം കൊണാൾ പ്ലേസ് പോലുള്ള ഡൽഹിയിലുള്ള മഹാനഗരങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന വാർത്ത കൂടി വരുമ്പോഴാണ് എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.